ശബരിമല വിഷയത്തിൽ ഇടതുമുന്നണിക്കുള്ള പിന്തുണ തുടരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ NSS ജനറൽ സെക്രട്ടറി ഇന്ന് രംഗത്ത് വന്നു. സമദൂരത്തിൽ ശരിദൂരമുണ്ടെന്നാണ് ജി സുകുമാരൻ നായർ ഇന്ന് പ്രതികരിച്ചത്. സംഘടനയ്ക്കുള്ളിൽ ഉയരുന്ന ചെറിയ പ്രതിഷേധങ്ങളെ നിസ്സാരമായാണ് കാണുന്നതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. പെരുന്നയിൽ ചേർന്ന പ്രതിനിധി സഭാ യോഗത്തിലും സുകുമാരൻ നായർ തന്റെ നിലപാട് വിശദീകരിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയമില്ലെന്നും കോൺഗ്രസ് BJP നേതാക്കൾ ഇത് ചർച്ച ചെയ്യാൻ വരേണ്ടെന്നുമാണ് സുകുമാരൻ നായർ പറഞ്ഞത്. യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി. ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അവിടെ നമ്മുടെ സമദൂര നിലപാട് തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. അത് ഈ കാര്യം പറയാൻ വേണ്ട, സൗഹൃദത്തിന് വരാം. വേറെ കാര്യം എന്താ പറയാനാണല്ലോ, ആളുകൾ വരരുതെന്ന് പറയാനൊക്കെ. പ്രതിഷേധങ്ങളോടും കടുത്ത നിലപാടാണ് NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത്. ഏത് പ്രതിഷേധത്തെയും നേരിടുമെന്നും പ്രതിഷേധങ്ങൾ കൊണ്ട് തനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്നുമാണ് പെരുന്നയിൽ NSS ആസ്ഥാനത്ത് സുകുമാരൻ നായർ നൽകിയ മറുപടി. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോൺ വഴിയുള്ള പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രതിനിധി സഭാ യോഗത്തിലെടുത്ത നിലപാട്, പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്, അതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറച്ച നിലപാടാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ തിരുത്താൻ തയ്യാറായി, അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നുവെന്ന നിലപാട് ഇന്ന് NSSന്റെ പ്രതിനിധി സഭാംഗങ്ങളെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ ഈ ആത്മവിശ്വാസം നമ്മൾ കാണുന്നത്? ഉറപ്പായും സുജിയ, നമ്മൾ കാണുന്നത് പോലെ കഴിഞ്ഞ 9 വർഷത്തിലേറെ 9.5 വർഷമായി ജി സുകുമാരൻ നായർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. കാരണം LDF സർക്കാരായിരുന്നു അധികാരത്തിൽ. LDFനെയും പിണറായി വിജയനെയും മിക്കവാറും കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം വിമർശിച്ചു കൊണ്ടിരുന്ന ജി സുകുമാരൻ നായർക്ക് ഒരു പ്രസക്തിയും ഇല്ലാതിരുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ആഗോള അയ്യപ്പ സംഘവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും എത്തുന്നത്. കോൺഗ്രസിനെയും BJPയെയും ഞെട്ടിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനൊപ്പം NSSന്റെ പ്രതിനിധിയെ അയക്കുകയും ചെയ്തു ജി സുകുമാരൻ നായർ. അവിടെ തീർന്നു എന്നാണ് എല്ലാവരും കരുതിയതെങ്കിൽ അടുത്ത വെടി സുകുമാരൻ നായർ പൊട്ടിക്കുകയായിരുന്നു. LDF സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെയും BJPയെയും വിമർശിച്ച് ഞെട്ടിച്ച് കളയുകയായിരുന്നു സുകുമാരൻ നായർ. അത് വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് പുറത്ത് പറഞ്ഞ ഒരു കാര്യം. എന്തായാലും ജി സുകുമാരൻ നായർ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും സുജയ, നാട്ടിലാകെ NSSനെതിരായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പല കരയോഗങ്ങളിൽ നിന്നും പല താലൂക്ക് യൂണിയനുകളിൽ നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 3 ഇടങ്ങളിൽ വന്നു, അതുപോലെ കൊല്ലത്ത് നിന്ന് വരുന്നു, പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം. നമുക്ക് ആ പ്രതിഷേധങ്ങളിലേക്ക് പോകാം. പക്ഷേ ഈ പ്രതിഷേധമൊക്കെ എനിക്ക് പബ്ലിസിറ്റിയാണ് എന്ന് പറയുന്ന NSS ജനറൽ സെക്രട്ടറിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ എന്ന് അദ്ദേഹം നിലപാടെടുക്കുകയാണ്. താങ്ക് യു TV പ്രസാദ്.